സ്റ്റേറ്റർ കോയിലും യൂണിറ്റും ബാറ്ററിയും സർവീസ് അടക്കം 11,000 രൂപ മുടക്കിയിട്ടും കംപ്ലൈൻറ്റ് മാറാത്തൊരു വണ്ടിയാണിത്. ഇതിൻ്റെ കസ്റ്റമർ നമ്മളോട് പറഞ്ഞത്, ചേട്ടാ ഞാൻ ഇത്രയും സാധനങ്ങളൊക്കെ ചെയ്തിട്ടും വണ്ടിയുടെ കംപ്ലൈൻറ്റ് മാറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നത്. നമുക്ക് ഈ വണ്ടി ചെക്ക് ചെയ്തിട്ട് എന്താണ് കംപ്ലൈൻറ്റ് കിട്ടണമെന്ന് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. നമ്മളെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ചാർജിങ് ചെക്ക് ചെയ്തപ്പോൾ 13 മാക്സിമം 80 വരെ വരുന്നുണ്ടായിരുന്നുള്ളൂ. ഇത് സിസ്റ്റം ലോ വോൾട്ടേജാണ്. ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്നാണ് നമ്മൾ നോക്കിയത്. ഇതായിരുന്നു ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കണവർക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഒരു എലി കൊടുത്തൊരു ചെറിയ പണിയാണിത്. വയറിംഗ് കിറ്റിൽ ഒരു വയറ് ചെറുതായിട്ടൊന്ന് കടിച്ച് പുള്ളിക്കാരൻ പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വേറെ കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ചാർജിങ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഐഡലിംഗ് സ്പീഡിലുള്ള വോൾട്ടേജാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഐഡലിംഗ് സ്പീഡിൽ തന്നെ നമുക്ക് 14 വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. ബാറ്ററി ഡൗൺ ആയതുകൊണ്ടാണ് 14 മുതൽ കാണിക്കുന്നത്. 14 മേളിൽ ഐഡലിംഗ് സ്പീഡിൽ വരും. അപ്പോൾ ഈ വണ്ടിയുടെ ചാർജിങ് ഇഷ്യൂ സോൾവ് ആയിരുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് സീറ്റൊക്കെ പൂട്ടി വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് കൺഫേം ആക്കാം. ഓക്കെ, ഈ വണ്ടിയുടെ വർക്ക് നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി, ഒരു MTയുടെ ഒരു കംപ്ലയിൻറ്റ് വീഡിയോ ഇടുക്കിന്ന് വന്നിട്ടുള്ള കസ്റ്റമറുടെ. ആ വണ്ടിയുടെ കംപ്ലയിൻറ്റ് ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കസ്റ്റമറുടെ പേരും ആ ഇൻസ്റ്റാഗ്രാം ID. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ കസ്റ്റമറെ ഡയറക്റ്റ് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് കൺഫേം ആക്കാവുന്നതാണ്. അത് ഫേക്ക് ആണോ റിയൽ ആണോ. ഈ വണ്ടിയുടെ വീഡിയോസിൽ നെഗറ്റീവ് കമൻറ്റ്സിന് സാധ്യതയുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഈ കസ്റ്റമർ ഇൻസ്റ്റാഗ്രാം ID ചോദിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസൊക്കെ കാണാനായിട്ട് നമ്മുടെ പേജ് ഒന്നും മറക്കാതെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊരു വണ്ടിയൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് നേരെ പോകുന്നുണ്ടോ. വർക്ക് കഴിഞ്ഞ് ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഇലക്ട്രിക്കൽ കംപ്ലൈൻറ്റ് വണ്ടികളൊക്കെ കൊടുത്തു വിടാറുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വണ്ടി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് മറക്കാതെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.